അഡിസ്മോക്കിന് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ആ പുള്ളിയോട് ഒരു വ്യക്തിവേഗം പോലും ഇല്ല. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കേസിൽ ആ പുള്ളി കാണിച്ചേക്കുന്ന കസ്റ്റമറോട് കണ്ണിച്ചോറില്ലാത്ത കാര്യമാണ്. കാരണം 1,40,000 രൂപയ്ക്കാണ് അയാൾ ഈ ഒരു വണ്ടി കസ്റ്റമർക്ക് കൊടുത്തത്. അപ്പം പോലും ഈ വണ്ടീനകത്ത് 1,00,000 രൂപയുടെ വർക്ക് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. കസ്റ്റമർ നമ്മുടെ ഷോറൂമിൽ വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് 1,00,000 രൂപയുടെ വർക്ക് ഇനിയും പെൻഡിങ് ആണെന്നുള്ളത്. കസ്റ്റമർക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ അരുണൊക്കെ ഇങ്ങനെ കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ ഇവൻ്റെ ചാനലിൽ പോയി നോക്കുക. വീണ്ടും ട്രിപ്പി മെക്ക്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ട്രിപ്പി മെക്ക് എന്ന ചാനൽ നോക്കുമ്പോൾ പഴയ വീഡിയോസൊക്കെ ചങ്ങായി മുക്കിയിട്ടുണ്ട്. ഗൈസ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അഡിസ്മോക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയിൽ പറയുന്ന SR125 എന്ന് പറയുന്ന വണ്ടി, അങ്ങനെ ഒരു വണ്ടി അഡിസ്മോക്ക് സെയിൽ ചെയ്തിട്ടില്ല. അത് എൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ മിസ്റ്റേക്കാണ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസത്തെ ഗ്യാപ്പ്, ഓൾമോസ്റ്റ് ഒരു ആഴ്ചയുടെ ഗ്യാപ്പിലാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഈ ചാനലിലും അതായത് നമ്മുടെ മെയിൻ ചാനലായിട്ടുള്ള ഗോപ്രോ ചാനലിലും കുറച്ച് 6-7 ദിവസങ്ങളായിട്ട് വീഡിയോസ് ഉണ്ടായിട്ടില്ല. റീസൺ നിങ്ങൾക്ക് ഒരു എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ മാർച്ച് എന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ജോലി സംബന്ധമായിട്ട്. അപ്പോൾ March 31 കഴിഞ്ഞു, ഇനി റെഗുലറായിട്ട് ഇവിടുന്ന് വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ള അറിയില്ല. കാരണം വെച്ചാൽ ഏകദേശം 8 ദിവസം മുന്നേ ഞാൻ എൻ്റെ ഈ ചാനലിലൊരു ഗോപ്രോ റിയാക്സ് എന്ന ചാനലിലൊരു വീഡിയോ ചെയ്തിരുന്നു അരുൺ സ്മോക്കിയെക്കുറിച്ച്. അതായത് ഞാൻ ഷോർട്സ് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ ഒരു ട്രിപ്പി മെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ അരുൺ സ്മോക്കി കൊടുത്തിട്ടുള്ള വണ്ടി സർവീസ് ചെയ്യാൻ, ബെനലിയുടെ ബൈക്സ് സർവീസ് ചെയ്യാൻ വന്ന സമയത്ത് ആ വണ്ടികൾക്ക് വളരെ ഗുരുതരമായ കംപ്ലയിൻ്റ് ഉണ്ട്. ആ കംപ്ലയിൻറ്റ് മറച്ചു വെച്ചിട്ടാണ് അരുൺ സ്മോക്കി ഈ വണ്ടി കൊടുത്തത് എന്നുള്ളതും, എന്നിട്ട് ഈ കൊടുത്ത വ്യക്തികൾ അരുൺ സ്മോക്കി പറ്റിച്ചു എന്നുള്ള രീതിയിൽ അതിലൊരു വീഡിയോസ് കണ്ടിരുന്നു. അതിന് ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ഞാൻ ആ വീഡിയോൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ. കാരണം വെച്ചാൽ ഫെർദറായിട്ട് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ പറയേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് മാത്രം. കാരണം വെച്ചാൽ ഞാൻ ആ വീഡിയോൻ്റെ അടിയിലൊരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അരുൺ സ്മോക്കി ഇട്ടിട്ടുള്ളൊരു കമൻറ്റാണ്. റീച്ചിന് വേണ്ടി ആ പയ്യൻ ചെയ്ത വീഡിയോ ആണ്. സംശയമുള്ളവർക്ക് കയറി കാണാം. ഇനി കഥ ഉണ്ടാക്കുന്നവർ യഥാർത്ഥ കഥ ആണോ എന്നറിയാൻ വണ്ടി നമ്പർ കൂടെ ഇടാൻ അഭ്യർത്ഥിക്കുന്നു. അത് ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റ്സ് വന്നു. അതായത് ഞാൻ ആ വീഡിയോയിലൂടെ ഉദ്ദേശിച്ച കാര്യം എത്രയാണ്, അരുൺ സ്മോക്കിയുടെ ഒരു വിഷയം എടുത്തു വെച്ചിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ യൂസ്ഡ് വണ്ടികൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒന്നുകിൽ നമുക്ക് ആ വണ്ടിയെക്കുറിച്ച് നോക്കാൻ അറിയണം, അല്ലെങ്കിൽ അറിയുന്ന ഒരു മെക്കാനിക്കിനെയും കൊണ്ടുപോയിട്ട് നമ്മൾ വാങ്ങിക്കണം എന്നൊരു പോയിൻ്റാണ് ഞാൻ അതിൽ പറഞ്ഞത്. ഞാൻ ആ പോയിൻ്റ് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഒരുപാട് പേര് അരുൺ സ്മോക്കിയുടെ വെള്ള പൂശാനാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് തെറിവിളികൾ എനിക്ക് കേട്ടുവിട്ടായില്ലേ. പക്ഷേ എന്നാലും അതെ, കുറേ ആൾക്കാർ പല കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസസ് അരുൺ സ്മോക്കിയുടെ കേസിൽ നിന്നും പിന്നെ പല സിറ്റുവേഷൻസിലുള്ള പല ഡീലേഴ്സിനടുത്തും യൂസ്ഡ് വെഹിക്കിൾസ് എടുക്കുമ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ ആ വീഡിയോയിൽ ആദ്യം ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ചെറിയൊരു പോർഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ ഇത് പ്ലേ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ബാക്കി എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യം, അതായത് ഞാൻ ഇതിന് ശേഷം അരുൺ സ്മോക്കിയുടെ ഈ ഒരു മെസ്സേജ് കണ്ടതിന് ശേഷം ഞാൻ അരുണിനെയും കോൺടാക്ട് ചെയ്തിരുന്നു. പിന്നെ വേറെ പല അന്വേഷണങ്ങളും ഇതിൻ്റെ പുറകെ നടത്തിയ സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് പറയണം എന്നുള്ള എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. കാരണം എന്താണെന്നറിയാം, ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ എന്താ പറഞ്ഞത്, അതായത് യൂസ്ഡ് വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എവിടുന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്നുകൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നത്. പക്ഷേ ഇതിൽ ഞാൻ പറയുന്നത് എന്തറിയോ, ചില ആൾക്കാർ ചില വ്യക്തികൾക്ക് ഇതുപോലെ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അവരോടൊക്കെ പേഴ്സണൽ ഗ്രഡ്ജ് അല്ലെങ്കിൽ എന്തെങ്കിലും അവരുമായിട്ട് ദേഷ്യം പരിപാടി ഉണ്ടെങ്കിൽ അയാളെ തകർക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അവരെ ബിസിനസ്സിനെ മോശമാക്കി കാണിക്കുക, അല്ലെങ്കിൽ അവർ ചെയ്യാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ചെറിയ പോർഷൻ കണ്ടോളൂ. അതിന് കഴിഞ്ഞ ശേഷം ഞാൻ ബാക്കി പറയാം. അഡിസ്മോക്കിന് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ആ പുള്ളിയോട് ഒരു വ്യക്തിവേഗം പോലും ഇല്ല. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കേസിൽ ആ പുള്ളി കാണിച്ചേക്കുന്ന കസ്റ്റമറോട് കണ്ണിച്ചോറില്ലാത്ത കാര്യമാണ്. കാരണം 1,40,000 രൂപയ്ക്കാണ് അയാൾ ഈ ഒരു വണ്ടി കസ്റ്റമർക്ക് കൊടുത്തത്. അപ്പം പോലും ഈ വണ്ടീനകത്ത് 1,00,000 രൂപയുടെ വർക്ക് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. കസ്റ്റമർ നമ്മുടെ ഷോറൂമിൽ വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് 1,00,000 രൂപയുടെ വർക്ക് ഇനിയും പെൻഡിങ് ആണെന്നുള്ളത്. കസ്റ്റമർക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നല്ല രീതിക്ക് മിസ്സിങ് കാര്യങ്ങളുണ്ട്, ക്ലച്ച് കംപ്ലയിൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ABS മൊഡ്യൂൾ 43,000 രൂപ റേറ്റ് വന്ന മൊഡ്യൂളാണ്. അത് വരെ കംപ്ലയിൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ബാക്ക് ബ്രേക്ക് പാഡ് ഇല്ല, ഡിസ്ക് കംപ്ലയിൻ്റ് ആണ്. അങ്ങനത്തെ ഉള്ള നല്ല രീതിയിലുള്ള വർക്കുണ്ട്. ആരും ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്നും വണ്ടി വാങ്ങാണ്ടിരിക്കുന്നുണ്ട്.
പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും വാങ്ങിക്കാൻ ചെല്ലുന്ന വ്യക്തി പ്രോപ്പറായിട്ടുള്ള മെക്കാനിക്കിനെ കൊണ്ടുപോയി പ്രോപ്പർ തറോ ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങാം. പിന്നെ ഞാൻ പല റീൽസിലായിട്ട് അരുൺ സ്മോക്കിയുടെ വീഡിയോസ് കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, വണ്ടികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കിംഗ് വാറണ്ടി, അതുപോലെ എന്തൊക്കെ കുറച്ച് വാറണ്ടിയും കാര്യങ്ങളൊക്കെ എത്ര ദിവസത്തിനുള്ള റിട്ടേൺ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എടുത്തു എന്നുള്ള പല റീൽസും ഞാൻ കണ്ടു. യെസ്, നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ചെറിയൊരു പോർഷൻ. ആ വീഡിയോ ഇപ്പോഴും ഉണ്ട് അവിടെ കേട്ടോ. ഇനി ഇപ്പോൾ അരുൺ സ്മോക്കി ഈ ഒരു കമൻ്റ് ഇട്ടതിന് ശേഷം ഞാൻ ഫേർദറായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, അരുണിനോട് സംസാരിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ട്രിപ്പി മെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള 819 സബ്സ്ക്രൈബേഴ്സും 15 വീഡിയോ ഇപ്പോൾ കാണാനുള്ളൂ. അതായത് അരുൺ സ്മോക്കിക്കെതിരെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ്, ഞാൻ ഫസ്റ്റ് സ്ക്രീനിൽ ഇതിൽ കാണിച്ചിട്ടുള്ള ആ വീഡിയോസ് കംപ്ലീറ്റ് ഈ വിദ്വാൻ മുക്കി. ഈ വിദ്വാൻ അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഇതിന് ഒരു ന്യായീകരണം, അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി എന്നും പറഞ്ഞിട്ടുള്ള ഒരു ന്യായീകരണ വീഡിയോ അവനിട്ടു. പക്ഷെ ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ട സത്യാവസ്ഥ എന്താണെന്നറിയോ? അതായത് ഈ വീഡിയോ ഇട്ടിട്ടുള്ള പയ്യൻ, അവൻ ഫേസ് കാണിക്കാതെ തന്നെ വീഡിയോ ഇട്ടിട്ടുള്ളത്, ഈ വീഡിയോ ഇട്ടിട്ടുള്ള പയ്യൻ ബെനലീൻ്റെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നൊരു മെക്കാനിക്കാണ്. ഇവൻ്റെ യൂട്യൂബ് ചാനലിന് റീച്ചിന് വേണ്ടിയിട്ട് ഇവൻ അരുൺ സ്മോക്കിയുടെ വണ്ടി, അതായത് ഒരുപാട് ഓടിക്കഴിഞ്ഞ് കസ്റ്റമർ തീരെ ശ്രദ്ധിക്കാത്തൊരു വണ്ടി അവിടെ കൊണ്ടുവന്ന് കൊടുത്തതിൻ്റെ ബേസിൽ ബെനലി അവരുടെ കൊട്ടേഷൻ, അതായത് പുറത്തുനിന്ന് ഇപ്പോൾ നമ്മൾ കാണാമല്ലോ, ഒരു 4000-5000 രൂപയുടെ പാർട്സ് മാത്രം മാറ്റേണ്ട ഒരു പ്രൊഡക്റ്റ്, മാറ്റേണ്ട ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് 1,00,000 രൂപയുടെ കൊട്ടേഷൻ കൊടുക്കും. ഈ ഒരു രീതിയിൽ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ആ ഒരു കൊട്ടേഷനും വെച്ചിട്ടാണ് അവൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇവന് ഈ അരുൺ സ്മോക്കിനോട് പേഴ്സണൽ ഗ്രഡ്ജ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ അരുൺ സ്മോക്കിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവൻ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അരുൺ സ്മോക്കിക്കെതിരെ ഒരു കളി കളിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഈ ബെനലി ഷോറൂമിൽ നിന്ന് വിറ്റ് പോകേണ്ട 2 വണ്ടി, അവർക്ക് ലക്ഷക്കണക്കിന് വിലയുള്ള 2 വണ്ടികൾ വിൽക്കേണ്ട ആ ഒരു ഡീല് വരെ ക്യാൻസൽ ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ കൂടി അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി രസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ അരുണൊക്കെ ഇങ്ങനെ കമൻ്റ് ഇട്ടപ്പോൾ ഞാൻ ഇവൻ്റെ ചാനലിൽ പോയി നോക്കുക, വീണ്ടും ട്രിപ്പി മെക്ക്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ട്രിപ്പി മെക്ക് എന്ന ചാനൽ നോക്കുമ്പോൾ പഴയ വീഡിയോസൊക്കെ ചങ്ങായി മുക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ 2 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാണ്. ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ. ഗൈസ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അരുൺ സ്മോക്കിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയിൽ പറയുന്ന SR125 എന്ന് പറയുന്ന വണ്ടി, അങ്ങനെ ഒരു വണ്ടി അരുൺ സ്മോക്കി സെയിൽ ചെയ്തിട്ടില്ല. അത് എൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ മിസ്റ്റേക്കാണ്. ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ സത്യാവസ്ഥ മനസ്സിലായത്. അതെൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ മിസ്റ്റേക്കാണ്. ഏകദേശം 5 ലക്ഷത്തിൽ ചില്ലാനം ആൾക്കാർ കണ്ടിട്ടുള്ള ഷോർട്സ് ആണ് ഞാൻ അന്നെടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഞാൻ എടുക്കുമ്പോൾ തന്നെ ഏകദേശം 3-3.25 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷത്തോളം പേര് ആ ഒരു ഷോർട്സ് കണ്ടു. ഒരു മിസ്റ്റേക്കാണ് അല്ലേ, സിമ്പിളായിട്ട് പറഞ്ഞിട്ട് പോകുന്നൊരു മിസ്റ്റേക്ക്. ഗൈസ്, ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ആകെ ഒരു മടുപ്പാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കേസാ. നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ അത് ഇന്നലെ മിഞ്ഞാന്നോ വാങ്ങിച്ച വണ്ടിയല്ല അത്. ആ വണ്ടി വാങ്ങിച്ചിട്ട് ഏകദേശം 6 മാസവും 9,000 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമാണ് ഈ വണ്ടി ഡിസ്ക്, ബ്രേക്ക് പാഡ് എല്ലാം തേയ്മാനമായിട്ട് ഓണർ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് എന്ന് ഞാൻ നീ അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞതെന്നുള്ള മറ്റേ ആക്ഷൻ ഹീറോ ബിജുത്തെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. നീ എന്നാ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്? പിന്നീടാണ് മനസ്സിലാക്കിയത്. ഈ പറയുന്ന ബ്രേക്ക് പാഡ്, ഡിസ്ക്, കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ തേയ്മാനം തന്നെ കൺസ്യൂമബിൾസാണ്, എല്ലാവർക്കും അതറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കൺസ്യൂമബിൾസും കാര്യങ്ങളും നമുക്ക് വാറൻറ്റി ആയിട്ട് എൻ്റെ അടുത്തോ അല്ലെങ്കിൽ അരുണിൻ്റെ അടുത്തോ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഈ ഒരു 9,000 കിലോമീറ്ററിൻ്റെ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യില്ലായിരുന്നു. വെറും റീച്ചിന് വേണ്ടി ഇവൻ ചെയ്തു. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഈ ഒരു ഷോറൂമിന് 2 വണ്ടി സെയിലാവുന്നതടക്കം നഷ്ടപ്പെട്ടു. സോഷ്യൽ മീഡിയയിലിട്ടുള്ള കോണ്ടൻറ്റാണ്, നമ്മൾ എവിടെ ചെന്നിട്ടും ഒന്നും കൊണ്ടുവരുന്നില്ല. ആരുടെയും പേഴ്സണൽ ഇതിൽ പോയിട്ടൊന്നും ഞാൻ കോണ്ടൻറ്റ്സ് ഒന്നും കൊണ്ടുവരുന്നില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യങ്ങൾ റിയാക്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എന്താണ് സത്യാവസ്ഥ എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫേർദർ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ. എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ മിസ്യൂസ് ചെയ്യുന്നവരോടാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ഒരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത്.
അത് എനിക്ക് സംഭവിച്ചൊരു മിസ്റ്റേക്കാണ്. അതിന് എനിക്ക് നല്ല രീതിയിൽ കുറ്റബോധം. എൻ്റെ വീഡിയോ മിസ്യൂസ് അല്ലേ? നീ ഇത് ആലോചിച്ചില്ലേ? നീ ഇത്ര വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് നിനക്ക് മിസ്യൂസ്, നീ മനഃപൂർവ്വം റീച്ചിന് വേണ്ടി ചെയ്താന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കണം. നിൻ്റെ എംപ്ലോയർക്കും മനസ്സിലായിട്ടുണ്ട്. നീ എന്താ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്? കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിന് വണ്ടി കൊടുത്ത് പറ്റിച്ചിട്ട്, കുറച്ച് ആൾക്കാർക്ക് വണ്ടി കൊടുത്ത് പറ്റിച്ചിട്ടല്ല നീ അവിടെ, അതായത് നീ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിട്ടാണ് നീ മെക്കാനിക് ജോലി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അന്തസ്സ് കാണിക്കണം. ഇവൻ്റെ പേരെന്താണെന്നുള്ള അറിയില്ല, ചാനലിൻ്റെ പേര് ട്രിപ്പി മെക്കാണ്. കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒറ്റയ്ക്കാണ്. അതുപോലെ എൻ്റെ കൂടെ ഒരു സുഹൃത്തോ സഹായമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തോ ബന്ധുവോ ആണെന്നും പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവരുമായി എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. ദയവ് ചെയ്ത് ഇത് ഒരു ഇഷ്യൂ ആക്കി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഇതെൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു മിസ്റ്റേക്കാണെന്ന് ഞാൻ നിനക്ക് ബുദ്ധിമുട്ട് വരും കേട്ടോ. ഇതുപോലത്തെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിനക്ക് ബുദ്ധിമുട്ട് വരും. എനിവേസ്, ഇവൻ ഇതിന് ശേഷം കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഏതൊക്കെയോ വണ്ടികളുടെ റിവ്യൂ ആണ് ഇവൻ്റെ ചാനൽ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇവൻ്റെ ചാനൽ. ഞാൻ ഇവനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നു, അതൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഇതാ ഇവൻ്റെ ചാനൽ. ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല, എവിടെ ഉള്ളവനാണെന്നുള്ള അറിയില്ല. ട്രിപ്പി മെക്ക് എന്ന ചാനൽ. ഇവൻ ഷോർട്സാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങളെ മുന്നിലേക്ക് ഇനിയും ഇവൻ വണ്ടിയുടെ ടിപ്സായിട്ടും പല പല കാര്യങ്ങളായിട്ടും ഇവൻ വരാതിരിക്കില്ല. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഞാൻ ചെയ്തിട്ടുള്ളൊരു സംഭവം, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കറക്ഷൻ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഫെർദർ അപ്ഡേറ്റ്, ഞാൻ ഇതിൽ തെറ്റ് ചെയ്തു എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ട സംഭവം നമ്മൾ അതേപോലെ എടുത്ത് റിയാക്ട് ചെയ്തു. പക്ഷേ റിയാക്ട് ചെയ്തതുകൊണ്ട് എന്താ, ഇതുപോലുള്ള ആൾക്കാരെ എക്സ്പോസ് ചെയ്യാൻ പറ്റി എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. ട്രിപ്പി മെക്ക് എന്നാണ് ചാനലിൻ്റെ പേര്. പിന്നെ അരുൺ സ്മോക്കി ഞാൻ കോൺടാക്ട് ചെയ്ത സമയത്ത് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ. അരുൺ സ്മോക്കി ഗരാഷ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, അവരൊരു ഡിസ്ക്ലൈമർ കൊടുക്കുന്നുണ്ട്. 10 day ചെക്കിംഗ് വാറണ്ടി, വി പ്രൊവൈഡ് 10 day വാറണ്ടി ഫോർ സർവീസ്. ഞാൻ സത്യം പറഞ്ഞില്ല, ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ അരുണിനോട് തന്നെ പറഞ്ഞത്, എന്നുവെച്ചാൽ എനിക്ക് തുടങ്ങുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞ വണ്ടി എടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം വെച്ചാൽ അവരുടെ വണ്ടികളൊക്കെ കാണുന്ന സമയത്ത് ഇപ്പോൾ കിളിക്കുഞ്ഞ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഡയലോഗിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയെ തകർക്കാനും സ്വന്തം റീച്ചിനും വേണ്ടിയിട്ട് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ ഡെഫിനറ്റ്ലി എക്സ്പോസ് ചെയ്യപ്പെടണം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളുണ്ട്. ഇതുതന്നെയാണ് ഞാൻ അന്വേഷിച്ച സമയത്ത് മനസ്സിലായിട്ടുള്ളത്. ഈ കൊണ്ടുവരുന്ന വണ്ടികളൊന്നും ഇപ്പോൾ 20,000 ഏകദേശം 5,000 കൂടി എഞ്ചിൻ ഓയിൽ മാറ്റണം, അല്ലെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റണം എന്നുള്ള കണ്ടീഷനിൽ പറഞ്ഞെടുത്ത വണ്ടികൾ പോലും 25,000 30,000 ഓടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ തെളിവും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടോ. വോട്ടെവർ, ഞാൻ അതിൽ കിടക്കുന്നില്ല. അപ്പോൾ ഇത്ര മാത്രം ഈ ഒരു ട്രിപ്പി മെക്ക് എന്ന് പറഞ്ഞ ചങ്ങാതിരെ പരിപാടി കാണിച്ച സംഭവം. ഏകദേശം 19,000 പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പേര് കണ്ടു. അതിൽ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, അരുൺ സ്മോക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇഷ്യൂസ് ഉണ്ടായതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഭാഗം ജെന്യൂൻ ആണെങ്കിൽ, ഞാൻ എൻ്റെ ഈ കൺസേൺ സംസാരിച്ച സമയത്ത് ഞാൻ അരുണോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരുണും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഭാഗം ജെന്യൂൻ ആണെങ്കിൽ നിങ്ങൾ ഏതൊരു സെല്ലർ ആണെന്നുണ്ടെങ്കിലും ആ സെല്ലർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വണ്ടി കച്ചവടത്തിൽ ഒരുപാട് തട്ടിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നുള്ള അറിയില്ല, ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയാണ്. ഞങ്ങളവിടെ മൊറയൂർ മോങ്ങം എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ വണ്ടിയുടെ ബിസിനസ് നടക്കുന്ന സ്ഥലമാണ് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ മൊറയൂർ മോങ്ങം. അപ്പോൾ വണ്ടി കച്ചവടം എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പാണ്. അതിപ്പോൾ ഇവരൊന്നും ഇങ്ങനെ കാണുന്നേക്കാളും ഭയങ്കര ഹൈ ലെവലിൽ കച്ചവടങ്ങൾ നടക്കുന്ന സ്ഥലമാണ് മൊറയൂർ മോങ്ങം. മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ അരുൺ സ്മോക്കിയുടെ കേസാണ് പറയുന്നത്, ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരുൺ സ്മോക്കി ഗരാഷായിട്ട് പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ഇഫ് യു ആർ ജെന്യൂൻ, നിങ്ങളെ ഭാഗത്ത് ജെന്യൂൻ ആയിട്ടുള്ള സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് എന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു. ആ ഒരൊറ്റ കാര്യം കൊണ്ട് അതും കൂടി ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് അറിയിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇതെൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ചെയ്തതിൽ എനിക്കൊരു കുറ്റബോധം അവരുടെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എത്രയുള്ളൂ, നമ്മളായിട്ടൊരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഏത് സമയവും വന്നിട്ട് ഞാൻ കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ദയവേത് ആരെയാണ് വെച്ചാൽ കൺസേൺഡ് ആയിട്ട് ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അവരെ കൺസേൺഡ് വെച്ചാൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരതിൻ്റെ പ്രശ്നങ്ങൾ തീർത്ത് പോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ തീർപ്പിച്ചെടുക്കുക. ഇത്ര മാത്രം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.